ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത ശേഷം നിങ്ങൾ ഒരു 20 സെക്കൻഡ് ആ വ്യക്തിയെക്കുറിച്ച് നന്നായി ചിന്തിച്ച് ആ വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവന്ന ശേഷം നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബന്ധം, ഇനി ഫ്യൂച്ചർ, നിങ്ങളുടെ ആ ബന്ധത്തിൽ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയുടെ മുഖം മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇവിടെ ഫയൽ നമ്പർ 1 ഡെയ്സി ഫ്ലവർ ആണ്. ഫയൽ നമ്പർ 2 ബൊഗെയിൻവില്ല. ഫയൽ നമ്പർ 3 റോസ് ഫ്ലവർ. ഓക്കെ, ഇതിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ഫയൽ ചൂസ് ചെയ്യുക. ഓക്കെ, നമുക്കിനി ഫയൽ നമ്പർ 1 തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫയൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങൾ 20 സെക്കൻഡെങ്കിലും ആ വ്യക്തിയുടെ ഊർജം ചിന്തിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന ശേഷം ഒരു ഫയൽ, ഫസ്റ്റ് നമ്പർ ഫയൽ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകളിൽ വന്നിട്ടുള്ള നക്ഷത്രങ്ങളുടെ ഒരു ബേസിക് ഐഡിയ നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം സ്വേർഡ്സ് എനർജി ആണ് വന്നിരിക്കുന്നത്. സ്വേർഡ്സ് എനർജി ബന്ധപ്പെട്ട് വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വായുരാശികളാണ്. അതായത് മകയിരം, തിരുവാതിര, പുണർദം, തുലാം, ചിത്തിര, ചോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഇവിടെ പ്രസൻ്റ് ആണ് എന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് പിന്നെ വന്നിട്ടുള്ളത് കപ്സ് എനർജിയാണ്. അവിടെ പുണർദം, പൂയം, ആയില്യം, വിശാഖം, അനിഴം, തൃക്കേട്ട, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളുടെയും എനർജി ഇവിടെ നമുക്ക് വന്നിട്ടുള്ളതായി കാണാൻ സാധിക്കും. എന്ന് വെച്ച് ബാക്കിയുള്ളവർ കാണേണ്ടതല്ല, ബട്ട് ഈ നക്ഷത്രങ്ങളുടെ പ്രസൻസ് ഇവിടെ കൂടുതലായി ലഭിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇനി ഓക്കെ, ഇവിടെ ചിലർക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ ആകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ഫയൽ ചൂസ് ചെയ്തവർ നിലവിൽ ഈ റിലേഷൻ ഒരു ബാലൻസിലല്ല പോകുന്നത് എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ തീർച്ചയായും എന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു അകൽച്ച, ഒരു ഡിസ്റ്റൻസ് തീർച്ചയായും വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല വാശിയുള്ള, ഒരേപോലെ ഏകദേശം സിമിലർ, നിങ്ങൾ തമ്മിൽ ക്യാരക്ടറിൽ പോലും ഒരു സിമിലർ സ്വഭാവമുള്ള വ്യക്തികളും ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് എത്രത്തോളം വാശിയുണ്ട് അത്രത്തോളം വാശി നിങ്ങളുടെ എതിരുള്ള ആരാണോ ആ വ്യക്തിക്കും ഉണ്ട് എന്നാണ്
കാർഡുകളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും ഒരു മേഡ് ഫോർ ഈച്ച് അതർ ആണോ എന്ന് ചോദിച്ചാൽ അതെ, തീർച്ചയായും ഒരു ലവ്, അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സ്നേഹം, സപ്പോർട്ടീവാണ്, കെയറുണ്ട്, ഒക്കെ വളരെ സ്നേഹമുണ്ട്. പക്ഷേ രണ്ടുപേരും ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നത്തെ തുടർന്ന് എന്ത് തന്നെ ആയാലും ഒന്നിനൊന്നിന് വാശി പിടിച്ച് കോംപ്രമൈസ് ചെയ്യാത്ത ഒരു സിറ്റുവേഷനിലൂടെ ആണ് ഉള്ളിലെ സ്നേഹത്തെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് മറ്റേ ആൾ വരട്ടെ, അല്ലെ ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, ഇങ്ങോട്ട് വന്ന് സംസാരിക്കട്ടെ. മേ ബി നിങ്ങൾ തമ്മിലിപ്പോൾ കമ്മ്യൂണിക്കേഷൻ തീരെ ഇല്ലായിരിക്കാം, ചിലർക്ക് അത്ര വലിയൊരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടാവില്ല. ആ ഒരു ലെവലിലായിരിക്കും കാര്യങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. പേരും ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഒന്ന് കുഴങ്ങി നിൽക്കുന്ന, അതായത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ ഈ വാശി പിടിച്ച് രണ്ടുപേരും ഒരേ ഇമോഷനിൽ തന്നെ ഒരേപോലെ, നിങ്ങൾക്ക് 100% വാശിയെങ്കിൽ ആ വ്യക്തിക്ക് 100% സെയിം ഒരേപോലെ സ്വഭാവ രീതികളും ഒരേപോലെ വാശി പിടുത്തങ്ങളും ഒക്കെ ഉള്ളവരായിട്ടാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരമൊരു വാശി, അത്തരമൊരു സംസാര രീതി, ഈഗോ ടൈപ്പുള്ള ആ ഒരു രീതി കാരണം നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഒരു പക്ഷേ തീരെ സംസാരമില്ലാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് രണ്ടുപേരും പക്ഷേ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹത്തോടിരുന്ന നിമിഷങ്ങൾ, സമയങ്ങൾ ഒക്കെ വളരെയധികം ആലോചിക്കുന്നുണ്ട്. രണ്ടുപേരും ഓർക്കുന്നുണ്ട് പരസ്പരം. പിന്നെ രണ്ടുപേരും മനസ്സിൽ അങ്ങോട്ട് അയക്കണോ, ഇങ്ങോട്ട് മിണ്ടണോ, അങ്ങനെ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇങ്ങോട്ട് വന്ന് മിണ്ടട്ടെ, അല്ലെ അങ്ങോട്ട് ഞാൻ അയക്കണം, ഇങ്ങനെ പല കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ കുറിച്ച് പോലും വളരെയധികം രണ്ടുപേരും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ രണ്ടുപേരും അതിന് വേണ്ട മൂവ്മെൻറ്റ്സ് എടുക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും. ആ വ്യക്തി ഇങ്ങോട്ട് വന്ന് ക്ഷമ പറയട്ടെ, മേ ബി നിങ്ങൾ വിചാരിക്കും അവർ വരട്ടെ, അവർ വിചാരിക്കും നിങ്ങൾ വരട്ടെ, രണ്ടുപേരും ആദ്യം ആര് കോംപ്രമൈസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പിടിവാദം നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ഫയൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ എനർജിയായി നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി നിങ്ങളുടെ ഈ റിലേഷൻ മുന്നോട്ട് നമുക്ക് നോക്കാം, എന്തായിരിക്കും മൂമെൻറ്റ് എന്ന് നോക്കാം. വാവ്, സൂപ്പർ. ഇത് തീർച്ചയായും അങ്ങനൊന്നും വിട്ടുപോകില്ല. തീർച്ചയായും നല്ല യൂണിവേഴ്സിൻ്റെ അങ്ങേയറ്റം സപ്പോർട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷന് വേണ്ടി യൂണിവേഴ്സ് അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിത്തരും, അല്ലെ അതിനുള്ള സാഹചര്യങ്ങൾ യൂണിവേഴ്സായി നിങ്ങളുടെ മുന്നിലേക്ക് ഈ പിണക്കം മാറാനുള്ള ഇത് കൊണ്ടുവരും എന്നാണ് കാർഡുകൾ നമുക്ക് തരുന്ന നിർദ്ദേശം. ഹാവ് ഫെയ്ത്ത്, നിങ്ങൾ വിശ്വാസത്തോടെ ഇരിക്കുക. നാച്ചുറലി എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകും എന്ന ഒരു മെസ്സേജാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഒന്നിനും ധൃതി കൂട്ടണ്ട, എല്ലാം കാം ഡൗൺ ആയി തന്നെ കാര്യങ്ങൾ വളരെ കൂളായി മുന്നോട്ട് പോകും. ഹാവ് ഫെയ്ത്ത്, നല്ല വിശ്വാസത്തോടെ കൂടി നല്ല വിശ്വാസം വെച്ച് ഇരിക്കൂ എന്നാണ് പറയുന്നത്. നല്ല വിശ്വാസത്തോടെ ഇരുന്നാലും ഓക്കെ. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്ന മെസ്സേജ്. നിങ്ങളുടെ ഈ ബന്ധം ഫ്ലറിഷ് ആകും, പൂവണിയും എന്ന് തന്നെയാണ് കാർഡ് വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത്. അങ്ങനെ ആകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരട്ടെ. താങ്ക് യു. ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുഖം നന്നായി മനസ്സിലേക്ക് കൊണ്ടുവരിക, ആലോചിക്കുക. ഓക്കെ, ഫയൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം.
ഓക്കെ, പൈൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, പൈൽ നമ്പർ 2 ബൊഗൈൻവില്ല എടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. ഓക്കെ, നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ഓരോന്നായി പരിശോധിക്കാം. ഓക്കെ, നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് സ്വാർഡ്സ് എനർജിയും പെൻഡക്കിൾസ് എനർജിയാണ്. ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രങ്ങളുടെ ഒരു ബേസിക് ഐഡിയ തരാം. ഓക്കെ, നമുക്ക് ഇവിടെ എർത്ത് സൈൻ വന്നിട്ടുണ്ട്. അതായത് കാർത്തിക, രോഹിണി, മകയിരം, ഉത്രം, അത്തം, ചിത്തിര, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ കൂടുതലായി ഇവിടെ പ്രസൻ്റായി കാണാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വായുരാശികളും ഇവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട്. മകയിരം, തിരുവാതിര, പുണർദം, ചിത്തിര, ജ്യോതി, വിശാഖം, അവിട്ടം, ചതയം, പൂരുട്ടാതി ഈ നക്ഷത്രങ്ങൾ പ്രസൻ്റായും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾ കറൻ്റ്ലി ഒരു സെപ്പറേഷൻ കോണ്ടാക്ട് സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. അങ്ങേയറ്റം വളരെയധികം വെല്ലുവിളികളും മാനസിക വിഷമവും നിങ്ങൾ ഈ ഒരു റിലേഷനിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകാം. നിങ്ങൾ രണ്ടുപേരും എന്ത് കാരണം കൊണ്ടാണോ പിണങ്ങിയത്, അല്ലെ എന്ത് കാരണം കൊണ്ടാണോ നിങ്ങൾക്കിടയിൽ ഈ ഒരു അകൽച്ച ഉണ്ടായത്, അത് മനസ്സിലോർത്ത് രണ്ടുപേരും വളരെയധികം തല പുകഞ്ഞ് ആലോചിക്കുകയും ഒറ്റയ്ക്കിരുന്ന് എന്തുകൊണ്ടാണ് അന്ന് നിങ്ങൾ എന്താണോ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഫൈറ്റ്, ആ ഫൈറ്റിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ രണ്ടുപേരും മനസ്സിലിട്ട് ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥ. മേ ബി നിങ്ങൾ പറഞ്ഞത് അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം, അവർ പറഞ്ഞത് നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ട് ചിലപ്പം നിങ്ങൾ രണ്ടുപേരും മുറിവേൽപ്പിക്കത്തക്ക രീതിയിലേക്ക് നിങ്ങളുടെ ഇടയിലെ പ്രശ്നം, നിലവിൽ എന്ത് പ്രശ്നമാണോ നിങ്ങൾക്കിടയിൽ വന്ന ആ പ്രശ്നം ആ ഒരു ലെവലിലേക്ക് നിങ്ങളെ രണ്ടുപേരെയും എത്തിച്ചിരിക്കാം. അത് കാരണം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അത്ര സുഖകരമായ ഒരു സംസാരം, ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് രണ്ടുപേരും മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാൻ ഇപ്പോഴും രണ്ടുപേരും നിലവിൽ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് വേദനിപ്പിച്ച അല്ല വഴക്കിന് കാരണമായ ആ സാഹചര്യങ്ങൾ തന്നെയാണ് അതിനൊരു ബ്ലോക്കായി ഇപ്പോൾ നിൽക്കുന്നത്. രണ്ടുപേരും പഴയ കാര്യങ്ങളുമൊക്കെ ഇവിടെ വീണ്ടും റിവൈൻഡ് ചെയ്യുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ജോലിയുള്ളവരാണ്. ഇവിടെ നല്ല IT, മാർക്കറ്റിംഗ്, അതുപോലെ എക്സിക്യൂട്ടീവ് പോസ്റ്റിലൊക്കെ ഇരിക്കുന്ന ഒരു യങ്സ്റ്റേഴ്സിനെയാണ് കാണാൻ അധിക വലിയ പ്രായമൊന്നുമില്ലാത്ത പ്രായക്കുറവുള്ള ചെറുപ്പക്കാരായ ആളുകളുടെ എനർജിയാണ് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, നല്ല സമ്പാദ്യശീലം രണ്ടുപേർക്കും ഉള്ളവരാണ്. അപ്പോൾ രണ്ടുപേരും വളരെയധികം സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ വഴക്ക് തന്നെയാണ് നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു ബ്ലോക്കായി നിൽക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു മുന്നോട്ട് എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിലവിൽ അവസ്ഥ ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തീർച്ചയായും തേർഡ് പാർട്ടീസ് എനർജി ഉണ്ട്.
നല്ല വെല്ലുവിളികൾ നിറഞ്ഞ ഫാമിലി ആകാം, ഫ്രണ്ട്സ് ആകാം, ആരൊക്കെയോ തേർഡ് പാർട്ടീസിൻ്റെ നല്ല ഒരു കളി ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനൊരു ഡൗട്ടും കൂടി നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. തേർഡ് പാർട്ടീസിൻ്റെ ഒരു അവർ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം മുന്നോട്ട് എന്താണ് ഈ ബന്ധത്തിൻ്റെ ഓക്കെ. നിങ്ങൾ രണ്ടുപേരും പരസ്പരം ക്ഷമിക്കാൻ പഠിക്കുക എന്നാണ് കാർഡുകൾ വ്യക്തമായി നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ പ്രണയം അത് സമ്പൂർണമായി അതിൻ്റെ ഒരു സുഖത്തിലേക്ക്, അതിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തണമെങ്കിൽ രണ്ടുപേരും നിലവിൽ വാശി, ഭയങ്കരമായ ദേഷ്യം, ഈഗോ മൈൻഡ് സെറ്റ് അതൊക്കെ ഉപേക്ഷിക്കൂ എന്ന് വളരെ വ്യക്തമായി കാർഡുകൾ പറയുന്നുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ പ്രണയത്തിൻ്റെ ആ ഒരു യഥാർത്ഥ സുഖം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കൂ എന്നാണ് കാർഡുകൾ പറയുന്നത്. അതായത് ഈ പറയുന്നതോട്ട് ക്ഷമിക്കാതെ ദേഷ്യം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബന്ധത്തെ തന്നെയാണ് ബാധിക്കുന്നത്. സോ രണ്ടുപേരും പരസ്പരം ക്ഷമിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു വിട്ടുവീഴ്ച മനോഭാവം വളർത്തൂ എന്ന് തന്നെയാണ് കാർഡുകൾ നമുക്ക് ഇവിടെ വ്യക്തമായി നൽകുന്ന സന്ദേശം. നിങ്ങളുടെ പ്രണയവും നിങ്ങൾ ഈ പറഞ്ഞോട്ട് ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രണയവും വളരെ ശക്തമായി ഒരു വിജയത്തിലേക്ക് എത്തും. പക്ഷേ അതിന് നിങ്ങൾ ക്ഷമിക്കാനും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും ശീലിക്കണം എന്നാണ് കാർഡുകൾ നമുക്ക് തരുന്ന സന്ദേശം. ഓക്കെ, അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രണയബന്ധത്തിൻ്റെ ഗ്രോത്ത് ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. പൽ നമ്പർ 3 റോസ് ഫ്ലവർ ആണ് ചൂസ് ചെയ്തെങ്കിൽ അവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി, ആ വ്യക്തിയുടെ ചിന്തകൾ, ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന കാർഡുകൾ ഓരോന്നായി പരിശോധിക്കാം. ഓക്കെ, നമുക്ക് ഓരോ കാർഡുകൾ വീതം പരിശോധിക്കാം. ഓക്കെ, ഇവിടെ ഒരു പക്ഷേ ഇവിടെ ലവേഴ്സ് ഉണ്ട്. മേ ബി നിങ്ങളുടെ ജീവിത പങ്കാളി ആരെങ്കിലും വിട്ടുപോയി അവർക്ക് വേണ്ടി കാണുന്നവരുണ്ടാകാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ സിറ്റുവേഷൻ ഇത്രയും നാൾ നിങ്ങൾ വളരെയധികം ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാഹചര്യം അതിന് നേരെ ഓപ്പോസിറ്റായി ഈ ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് ഒരു സന്തോഷം കടന്നു വരാൻ പോകുന്നു. നിങ്ങളുടെ റിലേഷൻ ഇത്രയും നാൾ ചിലപ്പോൾ ഒരുപക്ഷെ വലിയ വിഷമതകൾ ഒക്കെ ഈ ബന്ധത്തിലായാലും നിങ്ങളുടെ ഇരുവരുടെയും ജീവിതത്തിലായാലും കരിയറിലായാലും സാമ്പത്തിക സ്ഥിതിയിലായാലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അത് മാറി നിങ്ങളിലേക്ക് ഒരു ബ്ലെസ്സിങ്
വരുന്നു എന്ന് തന്നെയാണ്, ഒരു വിജയമായി നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പയൽ ചൂസ് ചെയ്ത എല്ലാവർക്കും ഈ ഭാഗ്യം ഭഗവാൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് അനുഗ്രഹമായി നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെയുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറി ഒരു നല്ല വിജയം നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. നമുക്ക് ഒരു കാർഡ് കൂടി പരിശോധിക്കാം. നിങ്ങൾ പരസ്പരം, നിങ്ങൾ രണ്ടുപേരും ചേരുന്ന നിങ്ങളുടെ ലോകം അതൊരു സമ്പൂർണ്ണ ലോകം തന്നെയാണ്. നിങ്ങൾക്ക് അവരും അവർക്ക് നിങ്ങളും മതി. അത്രയും എനഫാണ് നിങ്ങളുടെ സ്നേഹം എന്നാണ് കാർഡ് നമുക്ക് തരുന്നത്. അത്രയും മനോഹരമാണ് നിങ്ങളുടെ സ്നേഹബന്ധം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളും തിരിച്ച് അവർക്ക് നിങ്ങളും നിങ്ങൾക്ക് അവരും അത്രയും എനഫ്, അത് തന്നെ ധാരാളമായ ഒരു മനോഹരമായ ബന്ധമാണ് നിങ്ങളുടേത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബന്ധം തന്നെയാണെന്നാണ് കാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകട്ടെ.